ഹല്ലേലൂയ. ഞങ്ങളെ മുറ്റുമായ ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിനാഥനെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of Jesus be glorified tonight. സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. We greet you all who are gathered here. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഭവന പ്രാർത്ഥനയായി ഈ ആഴ്ച കൂടി വരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. I praise the Lord for it, another opportunity God has given to us to come together as our cottage meeting. ആരാധനാലയത്തിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യമാണ് വന്ദനം ചെയ്യുന്നു. അപ്പോൾ തന്നെ സൂമിലൂടെ സംബന്ധിക്കുന്ന എല്ലാവരെയും വീണ്ടും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. Those who are gathered here and those who are attending through the Zoom, I greet all of you once again. ചില ആഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഇന്നു മുതൽ എസ്രായുടെ പുസ്തകമാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. And for some weeks, I want to share from the book of Ezra. നമ്മൾ യോഹന്നാൻ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 19-ാം അധ്യായത്തിൽ ചില ചിന്തകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അത് ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്തോളാം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുതിർന്ന കുഞ്ഞുങ്ങളെ എസ്രായുടെ പുസ്തകം പഠിപ്പിക്കുന്നത് കേട്ടപ്പോൾ അതിൻ്റെ ചില ചിന്തകൾ എന്നെ ആകർഷിച്ചപ്പോൾ ഈ പുസ്തകം വായിക്കാനും പഠിക്കാനുമായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ നിങ്ങളെ അത് പഠിപ്പിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുക്കാനിടയായത്. Though we were learning from the book of John, as I was listening to the book of Ezra being taught to our senior students, I was inspired by that book and I started learning and I wanted to share certain thoughts with you. നിങ്ങളത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു പേനയും ഒരു പേപ്പറൊക്കെ കളക്ട് ചെയ്യുക. ഈ ആഴ്ച കൊണ്ടുവന്നതിൽ കുഴപ്പമില്ല. അടുത്ത ആഴ്ചകളൊക്കെ നിങ്ങളത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒത്തിരി നല്ലൊരു ഇൻഫോർമേഷൻ, നല്ലൊരു മാറ്റത്തിന് കാരണമാകും ഈ പുസ്തക പഠനം മുഖാന്തരം. And I hope and pray that this would be a good learning experience for all of us. And if you would like to take notes, please do bring paper and pen so that you can keep the information. നിങ്ങൾക്ക് ക്ഷീണം വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഉത്തരം പറയണം. Because I don't want you to get tired and distracted, there will be questions in between. Please give me answers. പഴയ നിയമത്തിൽ എത്ര പുസ്തകമാണ് ഉള്ളത്? പഴയ നിയമത്തിൽ How many books are there in the Old Testament? പഴയ നിയമത്തിൽ 39 പുസ്തകമാണ് ഉള്ളത്. So there are 39 books. അതിനെ പ്രധാനമായിട്ട് 4 ഭാഗമായിട്ടാണ് എബ്രായ പുസ്തകത്തിൽ തിരിച്ചിരിക്കുന്നത്. So mainly the Old Testament is divided into 4 parts. അത് പ്രധാനമായും 3 ആയിട്ടാണ്, എങ്കിലും 4 ആയിട്ടാണ് തിരിച്ചു പഠിപ്പിക്കുന്നത്. You can say it's 3 or 4 parts. അതിങ്ങനെയാണ്. ഒന്ന്, ആദ്യത്തെ 5 പുസ്തകം പെന്റുറ്റക് അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ. So the first 5 books are known as Pentateuch or Torah. ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞേ. ആദ്യത്തെ 5 പുസ്തകം. So what are the first 5 books? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന. Genesis, Exodus, Numbers. ഈ 5 പുസ്തകത്തിന് പറയുന്ന പേരാണ് പെന്റുറ്റക് അല്ലെങ്കിൽ തോറ എന്ന് പറയുന്നത്. So these the first 5 books are called Pentateuch or Torah. അത് കഴിഞ്ഞ് 17 പുസ്തകങ്ങൾ, After that 17 books, കെതൂബീം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത്. Next 17 books are called Ketubim or they are history books. യോശുവ മുതൽ ഉത്തമഗീതം വരെയാണ് ആ 17 പുസ്തകങ്ങൾ. So from the book of Joshua until the Songs of Solomon, it is they are history books. ഈ ഉത്തമഗീതം വരെ എന്ന് പറയുമ്പോൾ എസ്തേർ കഴിഞ്ഞുള്ള ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങളെ പദ്യമായിട്ട്, പോയട്രി ആയിട്ട് വിളിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ 4 ഭാഗമാണെന്ന് പറയാൻ കാരണം പോയട്രി എന്ന് വിളിക്കാറുണ്ട്. But in another division from the book of after the book of Esther, ഇയ്യോബ് മുതൽ, from the book of Job until Songs of Solomon, it is otherwise called poetry books as well. അപ്പം ഈ 17 പുസ്തകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നവീം അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾ എന്നറിയപ്പെടും. So the last division is the book of prophecies or otherwise called Nevi'im. ശ്രദ്ധിക്കാത്തവരോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. So if you don't pay attention, I will ask questions particularly to you, so please do pay attention. അപ്പോൾ പെട്ടെന്ന് ഈ ബൈബിളിനെ ഓർത്ത് വെക്കാൻ PK എന്നോ TK എന്നോ പറയും. PK എന്ന് പറഞ്ഞാൽ പെന്റുറ്റക്, കെതൂബീം, നെബീം എന്ന് പറയുന്ന 3. അത് അങ്ങനെയാണ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. 17 പുസ്തകങ്ങൾ, ആദ്യത്തെ 5, പിന്നെ 17, പിന്നെ 17, അങ്ങനെയാണ് ഇത് 3 ആയിട്ട് പ്രധാനമായി തിരിച്ചിരിക്കുന്നത്. So we can call it PKN or TKN. P stands for Pentateuch or T stands for Torah.
then Ketubim and Nevim. അപ്പം ഈ ഇടയ്ക്ക് 17 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായിട്ടുണ്ട്. So there are 17 books, after the Pentateuch as history books. എന്നാൽ അതിൽ 12 പുസ്തകമാണ് യഥാർത്ഥമായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. And ideally 12 of those books are realistically historical books. ജോഷുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ. From the book of Joshua until Esther. യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ 12 പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ നമുക്ക് യഹൂദന്മാരുടെ ചരിത്രം പഠിക്കാൻ പറ്റും. If any of you are interested in learning the history of the Jews, you can learn from the book of Joshua until the book of Esther, and you would understand the history. ചരിത്ര പുസ്തകങ്ങളുടെ അവസാന 3 പുസ്തകമാണ് എസ്ര, നെഹമ്യാവ്, എസ്തേർ എന്ന് പറയുന്നത്. So Ezra, Nehemiah and Esther are the last 3 historical books. ഈ എസ്ര എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ഒന്ന് ഊഹം പറയാമോ? So who is the author of the book of Ezra? റോണിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്ന പോലെയാണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. So it is like asking what is the name of Ronnie brother. എന്ന് പറഞ്ഞാൽ അർത്ഥം എസ്രയാണ് ആ പുസ്തകം എഴുതിയത്. So in other words, the book of Ezra is authored by Ezra himself. 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ കണ്ടിന്യൂവേഷൻ പുസ്തകമാണ് എസ്രയുടെ പുസ്തകം. So the book of Ezra is a continuation of the book of 2 Chronicles. ദിനവൃത്താന്ത പുസ്തകങ്ങളും എസ്ര എഴുതിയതാണ്. So the book of Chronicles are also authored by Ezra. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 2 ദിനവൃത്താന്ത പുസ്തകം ജെറീമോനെ 2 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാന വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. അവസാന വാക്യം pay attention to the last verses of 2 Chronicles. 36 അധ്യായത്തിന്റെ 2 Chronicles chapter 36 verse 22 മുതൽ നോക്കിക്കേ. If you would pay attention to verses 22 and 23. ഒക്കെ വായിച്ചു ആരെങ്കിലും ഒരാൾ? എന്നാൽ ഇരമ്യാ മുഖാന്തരം അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ പാർസി രാജാവായ ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന് ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. അടുത്ത പേജ് മറിച്ചിട്ട് എസ്രായുടെ പുസ്തകം 1 അധ്യായം 1-2 വാക്യം വായിക്കൂ. നമ്മൾ ആ വായിച്ചതായ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാന 2 വാക്യങ്ങളാണ് എസ്രായുടെ പുസ്തകത്തിന്റെ 1-2 വാക്യങ്ങൾ. So it is the same thing, that is repeated in the first verses of the book of Ezra, what we read in the 2 Chronicles. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചരിത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ എസ്രായുടെ പുസ്തക ചരിത്രം തുടങ്ങുന്നത്. So the continuation of the 2 Chronicles is in the book of Ezra. അപ്പോൾ അതുകൊണ്ട് എസ്രായുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും എഴുതപ്പെട്ടത് എസ്രായാണെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. So the scholars, says both the books are authored by Ezra. ഈ എസ്രായുടെ പുസ്തകം അല്ലെങ്കിൽ എസ്ര എന്ന പദത്തിന്റെ അർത്ഥം, എസ്ര എന്ന പദത്തിന്റെ അർത്ഥം ഏസർ എന്ന് പറയുന്ന ഒരു എബ്രായ പദത്തിൽ നിന്ന് വന്ന വാക്കാണ് എസ്ര എന്ന് പറയുന്നത്. So the name Ezra came from a word Eber. ഏസർ, എലയാസർ, ഏബനേസർ എന്ന് പറയുന്ന ഏസർ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ സഹായിക്കുന്നു എന്നാണ്. So the word Ezra, the name Ezra came from the word Eser, as in Ebenezer, Eleazar, like that, and it means that God helps, the Lord helps. അപ്പം ഏസർ എന്ന പദത്തിൽ നിന്ന് വന്ന ആരാമ്യ പദം, യേശുവിന്റെ സംസാര ഭാഷയാകുന്ന ആരാമ്യ പദമാണ് എസ്ര എന്ന് പറയുന്നത്. So Ezra is the Aramic word for Eser, that meaning God helps, the Lord helps. ഈ പുസ്തകത്തിന്റെ ചില മുഖവുരകൾ നിങ്ങളെ ഞാൻ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Now I want to just go through some introduction of this book. ഇസ്രായേൽ മക്കൾ പലപ്പോഴും പാപം ചെയ്യുമ്പോൾ അവരെ ശത്രു സൈന്യങ്ങൾക്ക് അടിമകളായി കൊണ്ടുപോകുന്നതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. So we read in the Bible that whenever Israelites sin, they would go as captives under the enemy. അവർ പാപം ചെയ്യും, ശത്രു പിടിച്ചോണ്ട് പോകും, പിന്നെ ദൈവം വിളിപ്പിച്ചു കൊണ്ടുവരും. ഇങ്ങനെ അതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. So there is a cycle which was going on in the history of Israelites, that they would sin and they would go as captives, then they would cry out to the Lord, God would deliver them, they would sin again and go back and come back, like that. നമ്മുടെ അനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകും. And even in our lives, many a times we go under the captivity of Satan. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് മനസ്സിലാകും നമുക്ക്. And we would realize that I am under
captivity of sin, നമ്മൾ ഉറക്കം നിലവിളിക്കും and we ദൈവത്തോട്. will cry out to God to deliver us. ദൈവം നമ്മളെ ഒരു ഉണർവിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. And God will, send a revival unto us and will deliver us from the sin. കുറച്ച് പ്രാവശ്യം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കും. And we will continue to walk closer to God for some time. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറും. And when problems come, we slowly drift away from the Lord. ഇത് പഴയ നിയമത്തിൽ തുടർമാനം നടക്കുകയായിരുന്നു. In the Old Testament, this cycle went on. പഴയ നിയമം പഠിക്കുമ്പോൾ പ്രധാനമായി 2 എക്സോഡക്സ് പെട്ടെന്ന് ഓർമ്മയിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. So in the Old Testament, there are 2 exodus in the history that would come to our mind. പുറപ്പെട്ടു വരുന്ന സംഭവങ്ങൾ. So like how the Israelites had an exodus. ഒന്നാമത്തെ ഏതാ? എവിടുന്ന് വരെ പുറപ്പെട്ടു വരുന്ന? Egypt. ഒന്നാമത്തെ എവിടുന്നാ വരുന്നേ? They came from Egypt. Right. So the first exodus that would come to our mind in the Old Testament is their exodus from the land of Egypt, from the under the captivity of Pharaoh. 400 വർഷത്തിലധികം അടിമത്തത്തിൽ കടന്നപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ the first exodus of Israel അവർ പുറത്തു വരികയാണ്. So under the leadership of Moses, they came out of Egypt after about 400 years of captivity. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ As time went by, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഈ ജനം വീണ്ടും പാപം ചെയ്യാൻ തുടങ്ങി. and this God's own people, Israelites, sinned against God. 3 പ്രാവശ്യമായി കേൾക്കണം, 3 പ്രാവശ്യമായി ഇവർ വീണ്ടും ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോയി. And they had to go under captivity at 3 different times. ഒന്നാമത്തത് The first one, നിങ്ങൾ നോക്കിക്കേ, രാജാക്കന്മാർ, എനിക്ക് ഇതൊക്കെ വായിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പഠനമായതുകൊണ്ട് വായിപ്പിക്കാം. 2 രാജാക്കന്മാർ പുസ്തകം 17 അധ്യായം എടുത്ത് ജെറീമോനെ കാണിക്കണം വേഗത്തിൽ. if we were to go to 2 Kings chapter 17, 22-23 വാക്യം, ഒന്നാമത്തെ ക്യാപ്റ്റിവിറ്റി കാണാൻ verses കഴിയും. 22 and 23, we can see the first captivity. അങ്ങനെ ഇസ്രായേൽ മക്കൾ യെരോബയാം ചെയ്ത സകല പാപങ്ങളിൽ നടന്നു. 23-ാമത്തെ വാക്യം, അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ യെരോബയാം ചെയ്ത പാപത്തെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകലദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം നീക്കിക്കളയുന്നു. അടുത്ത വാക്യം, ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ടിട്ട് അശൂരിൻ്റെ പ്രവാസത്തിലേക്ക് പോകുന്നു. അപ്പം അവരെ വീണ്ടും പ്രധാനമായി 10 ഇസ്രായേൽ നട കൊടുക്കുന്ന 10 ഗോത്രങ്ങൾ അശൂർ എന്ന് പറയുന്ന ജാതിക്ക് കീഴിലേക്ക് പോവുകയാണ്. So here the 10 tribes, they are called Israel, and they are going under the captivity of Assyria. 2 രാജാക്കന്മാർ 15-21. 2 Kings chapter 15-21. 15-21. 2 രാജാക്കന്മാർ 15-21. 15-21 വാക്യം നോക്കിയേ. സോറി 15 അല്ല 25. സോറി 25 മോനെ. 25 verse 21. 25. ബാബേൽ അന്നത്തെ രാജാവായ നെബൂഖദ്നേസർ, എന്നെ കേൾക്കണമേ, നെബൂഖദ്നേസർ. So the king Nebuchadnezzar, who was the king of Babel, ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ അന്ന് യഹൂദ എന്ന് പറഞ്ഞ് 2 ഗോത്രങ്ങളാണ്, യഹൂദയും ബെന്യാമീനും. 2 ഗോത്രങ്ങളെ സ്വദേശം വിട്ടു പോകേണ്ടി വന്നു. 22 കൂടെ കാണിച്ചേ മോൻ. 22. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിനു വേണ്ടി. അപ്പോൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഇവരെ ബാക്കി 2 ഗോത്രങ്ങളും കൂടെ എവിടെ കൊണ്ടുപോകുന്നു? പ്രവാസത്തിലേക്ക്, ബാബേലിലേക്ക് കൊണ്ടുപോകുന്നു. So the first 10 tribes went into Assyria as captives. Now Nebuchadnezzar, the king of Babylon, comes and take the other 2 tribes as captives to his land, to Babylon. ഇസ്രായേൽ മക്കൾ എത്ര ഗോത്രങ്ങളാണ്? How many tribes are there? ഇസ്രായേൽ മക്കൾ എത്ര ഗോത്രമാ? 12 tribes ആണ്. 12 ഗോത്രങ്ങളാണ്. So there are 12 tribes in Israel. അവർ 2 ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. So they were divided into 2. 10 ഗോത്രമെന്നും പിന്നെ 2 ഗോത്രമെന്നും. So the 10 tribes were together and the other 2 tribes were 10 together. ഗോത്രങ്ങളെ ഇസ്രായേൽ എന്നും വിളിച്ചു, 2 ഗോത്രങ്ങളെ
യഹൂദ എന്നും വിളിച്ചു. So these 10 tribes together were called Israel, and the 2 tribes were called the Judah. ഈ 10 ഗോത്രങ്ങളെ ആദ്യം അശൂർ രാജാവ് എന്ത് ചെയ്തു? പിടിച്ചോണ്ട് പോയി. So the 10 tribes called Israel were taken under captivity of Assyrian king. നമ്മൾ വായിച്ചു എന്തുകൊണ്ടാ പിടിച്ചോണ്ട് പോയെന്ന്. And we read in chapter 17 why they were, യെരോബയാം ചെയ്ത പാപങ്ങൾ അവർ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, because the Israelites continued on the sins of Jeroboam. ദൈവം അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Now God thought to remove them from his presence. നീക്കിക്കളഞ്ഞിട്ട് ദൈവം ജാതീയ രാജാവിനോട് ഇടപെട്ടിട്ട് അവരെ പിടിച്ചോണ്ട് പോകുകയാണ്. And the Assyrian king took them to captivity. കുറേ വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം 40ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അടുത്ത പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസർ വന്ന് ആലയം മുഴുവൻ കുപ്പക്കുന്നാക്കി അടിച്ചു തകർത്തിട്ട് ബാക്കി 2 ഗോത്രത്തെയും കൂടെ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. And later on King Nebuchadnezzar, king of Babylon, comes and takes the other 2 tribes into captivity in Babylon. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 100ഓളം വർഷം എത്തിയപ്പോഴാണ് ഈ പേർഷ്യൻ സാമ്രാജ്യം വന്നിട്ട് ബാബേലിനെയും അശൂരിനെയും കൂടെ യുദ്ധം ജയിച്ചിട്ട് 12 ഗോത്രങ്ങളെയും കൂടെ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. So about 100 years after this, the Persian kings came and defeated Assyrian king and the Babylonian king and took all the 12 tribes to captivity into the Persian land. അപ്പോൾ ഈ 3 പ്രാവശ്യമായിട്ട് ജനമെല്ലാം എവിടെ ചെന്നെത്തി? ഇപ്പം ജനമെല്ലാം എവിടെ ചെന്നെത്തി? Captivity. ക്യാപ്റ്റിവിറ്റിയിലെത്തി, പ്രവാസത്തിലെത്തി. So like in these 3 different circumstances, Israelites are now under full captivity. ക്യാപ്റ്റിവിറ്റി പോകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു. And this was prophesied by the prophets very long time ago. നിങ്ങൾ വായിച്ച യിരെമ്യാ പ്രവചനം 25, If you would read Jeremiah chapter 25, 10, 11, 12 വാക്യങ്ങൾ. verses 10, 11 and 12. മറ്റൊരാൾ 29, 10 മുതൽ 14 വാക്യങ്ങൾ. യിരെമ്യാവ് 25-ന്റെ 10-ാമത്തെ വാക്യം എന്താണ്? ആനന്ദഘോഷവും സന്തോഷധ്വനിയും, വായിച്ചു. ആനന്ദഘോഷവും സന്തോഷധ്വനിയും, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അടുത്ത വാക്യം 11. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും. എത്ര വർഷം ഇവർ സേവിക്കുമെന്ന് പ്രവാചകൻ നേരത്തെ എന്ത് ചെയ്തു? പ്രവചിച്ചു. So the prophet did prophesy how many years they were going to be under captivity under Babylonian king. ഞാൻ വാക്യങ്ങൾ വായിപ്പിച്ചു വിടുകയാണ്. 29-ന്റെ 10 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഓടി വായിച്ചേ. 8:15 ഒന്ന് കൈ പൊക്കണം. ഞാൻ നിർത്തിയേക്കാം. 8:20 നിർത്തിയേക്കാം. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പം ബാബേലിൽ നിങ്ങൾ 70 വർഷം കിടക്കും, സന്ദർശിക്കും ദൈവം. പിന്നെ So God did tell them again that God is going to visit them after 70 years of captivity in Babylon. എന്നിട്ട് ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. And God did say that I will bring you back. ആരെ കെയറോഫിൽ മടക്കിക്കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട്. And God did tell who is going to be their leader when they come back. ഒന്ന് നോക്കിയേ യെശയ്യാ പ്രവചനം. If you would look into the book of Isaiah, യെശയ്യാ 45 നോക്കിക്കേ. 45 chapter 45, 13 വാക്യങ്ങൾ വായിക്കാമോ? verse 13. അല്ലെങ്കിൽ 44-ന്റെ 28-ാമത്തെ വാക്യം വായിച്ചേ. 44:28. 28. കോരശന്റെ ഇടയൻ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും. അടുത്ത 45-ന്റെ ഒന്നും കൂടെ വായിച്ചോ. അടുത്ത വാക്യം കൂടെ 2. ഈ വാക്യമാണ് എസ്രായുടെ പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ 70 വർഷം നിങ്ങൾ പ്രവാസത്തിൽ കടക്കണമെന്ന് പ്രവചിച്ചു. So God did tell them that they would be under captivity for 70 years in Babylon. 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരണമെന്ന് പ്രവചിച്ചു. And God did say that I will visit you and bring you back after 70 years. ആരുടെ കെയർ ഓഫിൽ നിങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞു. And God did tell them who is going to be the one who would deliver them. 70 വർഷമായി. So now it is 70 years. 70 വർഷമായപ്പോൾ കോരേശ് എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യഭാരം ഏറ്റെടുത്തു. So now we know Cyrus is the king of Persia. അപ്പോൾ
ഈ 70-ാം വർഷം തികഞ്ഞപ്പോൾ So now when it is 70 years completed, പോയതുപോലെ 3 പ്രാവശ്യമായി ഈ ജനം മടങ്ങി വരികയാണ്. and they are going to come back to their homeland in 3 different times. ഒന്നാമത് മടങ്ങി വരുമ്പോൾ The first coming home is, സെരുബ്ബാബേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ മടങ്ങി വരവ്. so the first return is under the leadership of a man named Zerubbabel. ആരുടെ കെറോഫില മക്കളെ ആദ്യം മടങ്ങി വരുന്നേ? So who was the leader that they returned back? ഉറക്കെ പറ. സെരുബ്ബാബേൽ. So his name was Zerubbabel. അപ്പൊ സെരുബ്ബാബേലിന്റെ കെറോഫിൽ വരുന്നതാണ് എസ്രായുടെ പുസ്തകം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. So if you would read Ezra chapter 1 verse 1 through 6, it is the first return of the Israel captives under the leadership of Zerubbabel, the first return. നമ്മൾ അതിന്റെ ഉദ്ദേശങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 7 മുതൽ 10 വരെ അധ്യായങ്ങളിൽ Verses chapters 7 through 10, രണ്ടാമത്തെ റിട്ടേൺ കാണാം എസ്രായുടെ നേതൃത്വത്തിൽ. the second return under the leadership of Ezra. മൂന്നാമത്തെ വരക്കമാണ് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വരുന്നത്. And the third return happened under the leadership of Nehemiah. നിങ്ങൾ എന്നെ കേട്ടെ, സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വരുന്നത് ആലയം പണിയാനാണ്. So under the leadership of Zerubbabel, they returned in order to rebuild the temple. റീബിൽഡിംഗ്, റിട്ടേണിംഗ്, റീബിൽഡിംഗ് ആൻഡ് റീസ്റ്റോറേഷൻ, ഈ 3 പദങ്ങളാണ് എസ്രായുടെ പുസ്തകത്തിലും പഠിക്കുന്നത്. So the key words in the book of Ezra is returning, rebuilding and restoring. അവരെ റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം. So one man that God used to bring the Israelites back to, for them to return. റീബിൽഡ് ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. And another person that God used to rebuild them. ഈ ജനത്തെ സ്പിരിച്വൽ റീസ്റ്റോറേഷനിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി. And a man who restores them spiritually. ഈ 3 പേരെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാം. And you can see those 3 different personalities in the book of Ezra. റിട്ടേൺ ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആരെയാണ്? So who did God use to bring them back? വായിക്കും നമുക്ക് എസ്രായുടെ പുസ്തകം 1-ാമധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ. അത് നമുക്ക് ചിന്തിച്ച് ഇന്ന് അവസാനിപ്പിക്കാം. Ezra chapter 1 verse 1 through 4. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം എന്താണ് യിരെമ്യാ പ്രവാചകന്റെ മുഖാന്തരം ഉണ്ടായത്? നമ്മൾ മുമ്പേ വായിച്ചത് എന്താ? മുമ്പേ വായിച്ചത്, നിങ്ങൾക്കൊരു ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് നിങ്ങൾ അറിയണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ച 29-ന്റെ 11 വാക്യങ്ങൾ. നിങ്ങൾ 70 വർഷം പ്രവാസത്തിൽ കിടക്കണമെന്നും 70 വർഷം കഴിയുമ്പോൾ കോരശിനെ ഉണർത്തി ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് അന്ന് പ്രവചിച്ച ആ പ്രവചനം നിവൃത്തിയാകേണ്ടതിന്, നിവൃത്തിയാകേണ്ടതിന് പാർസി വായിച്ചു. പാർസി രാജാവായ യഹോവ ഏത് രാജാവിന്റെ മനസ്സിനെ ഉണർത്തിയെന്നാ പറയുന്നത്? പേർഷ്യ രാജാവിന്റെ മനസ്സിനെ ഉണർത്തി. ആരാണ് ഇവരെ പിടിച്ചോണ്ട് പോയെ? So who actually captured them? ഒന്നാമത് പിടിച്ചോണ്ട് പോയത് അശൂർ. So the first captivity was under Assyrians. രണ്ടാമത് പിടിച്ചോണ്ട് പോയത് Second was they captured by who? ബാബേൽ, നെബൂഖദ്നേസർ. Babylonians. മൂന്നാമത് പിടിച്ചോണ്ട് പോയത് ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് പിടിച്ചോണ്ട് പോയത് പേർഷ്യൻ സാമ്രാജ്യം, പേർഷ്യക്കാരാണ്. The third they went under captivity under the Persian empire. ഈ കോരശ് ജനിക്കുന്നതിന് മുമ്പ്, even before King Cyrus was born, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 200 വർഷം മുമ്പാണ് യെശയ്യാ പ്രവചിക്കുന്നത്. and 200 years before Cyrus was born is prophet Isaiah prophesying this. മനസ്സിലാവുന്നുണ്ടോ? 200 വർഷം, കോരശ് ജനിക്കുന്ന 200 വർഷം മുമ്പ് പ്രവചിക്കുകയാണ്. കോരശ് എന്നൊരു പുള്ളി ജനിക്കും, അവൻ പേർഷ്യ ഭരിക്കും, അവന്റെ 1-ാമത്തെ ആണ്ടിൽ അവനെ ഉണർത്തി ഞാൻ ജനത്തെ പുറപ്പെടുവിക്കും. So even 200 years before Cyrus was born, the prophet is prophesying that there would be a king named Cyrus, and I would renew his mind, or I will awake him, and he will bring you back to Israel. ആ സമയമെത്തിയപ്പോൾ, when that due time came, 75 വർഷം ദൈവം പറഞ്ഞ പോലെ തികഞ്ഞപ്പോൾ, when it was 70 years, it was 70 years, as God promised. അബ്രഹാമിന്റെ കാര്യം ഓർത്തപ്പോൾ 75 ആയി പോയത് കേട്ടോ. 70 വർഷം തികഞ്ഞപ്പോൾ, ആ എക്സാക്ട് ടൈം ആയപ്പോൾ ആ രാജാവിന്റെ ഹൃദയത്തെ ആര് ഉണർത്തിച്ചു? So when it was exact time as it was prophesied, God did awake this man called Cyrus. ആ 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. If you would pay attention to verse 1. തന്റെ ദാസനായ യിരെമ്യാവ് പ്രവചിച്ചതുപോലെ, അരുളപ്പാട് ചെയ്തതുപോലെ
ദൈവം പേർഷ്യൻ രാജാവിനെ ഉണർത്തിച്ചു. ആര് പിടിച്ചോണ്ട് പോയോ അവരുടെ ഹൃദയത്തിൽ ഉണർത്തിച്ചിട്ട് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരിക. And God did, worked on the same empire or the emperors, who did take them captives, now to help them come back. തന്റെ ജനത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം പാലിക്കാൻ, In order to keep the promise or to fulfill the promise to his people. തന്റെ ജനത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം വാക്കുപാലിക്കാൻ, In order to keep the word to his people. ദൈവം ആരെയും ഉപയോഗിക്കും. God can use anyone. ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം പറഞ്ഞ വാക്ക് മാറ്റുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇന്നും നമ്മോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം ചെയ്യുവാൻ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. God can use anyone in order to keep the promises or to fulfill the promises that he gives to his people. ആത്മീയ ദൂത് ഞാൻ പറയാം. Let me tell you a message from here. നിന്നെ പ്രവാസത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയവരെയും കൊണ്ട് തന്നെ അവരെ ഹൃദയത്തെ ഉണർത്തിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്നു എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അതിന് സ്തോത്രം പറയാൻ, ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? Hallelujah, praise the Lord, hallelujah. നോക്കിയേ, അവരെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി In order to bring them back, ദൈവം പേർഷ്യൻ രാജാവിനെ ഉണർത്തിക്കുകയാണ്. God is awakening this man who is the Persian king. അപ്പോൾ റിട്ടേണിങ്ങിന് വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് കോരശ് എന്ന് So പറയുന്നത്. Cyrus is the man that God used to bring or return the people to their homeland. അവർ വിളംബരം ഡിഗ്രി പ്രഖ്യാപിക്കുകയാണ്. So there's a decree that comes from the Persian king. അത് പരസ്യം ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? This is the decree. രണ്ടാമത്തെ വാക്യം Proclaiming like this, verse 2. രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നോക്കിയേ, യെരൂശലേമിൽ. അപ്പൊ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറഞ്ഞ ഒരു ആലയം പണിയെ കുറിച്ചാണ്. So the theme of this book is about rebuilding the temple. യഹൂദയിലെ യെരൂശലേമിൽ എന്നോട് സംസാരിച്ച സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ആലയം പണിയാൻ വേണ്ടി ആരോട് കൽപ്പിച്ചെന്നാ പറയുന്നത്? So who is this God commanding to build a temple for him? ഈ പേർഷ്യൻ രാജാവായ കോരശിനോട് ദൈവം പറഞ്ഞു. So this command is to Persian king Cyrus. മൂന്നാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ 12 ഗോത്രം ഉണ്ടല്ലോ, അവിടെ 12 ഗോത്രങ്ങളിൽ നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ. So the Persian king is now asking, if any of you are his people out of these 12 tribes, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങളുടെ ഉണ്ട്. അവൻ യഹൂദയിൽ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയാൻ പറഞ്ഞു. അവനല്ലോ യെരൂശലേമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇന്നും തൻ്റെ ജനമായി ആ ദൈവത്തിൻ്റെ ജനമായിട്ട് ഇവിടെ പ്രവാസത്തിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മിസ്രൈമിൽ നിന്ന് എത്ര പേര് ഇറങ്ങി വന്നേ? മിസ്രൈമിൽ നിന്ന് so how many people came out of Egypt? മിനിമം 600,000 മെൻ എന്നല്ലേ, 6 ലക്ഷം പുരുഷന്മാരെന്നാണ് കൊടുക്കുന്നത്. കാലാളുകളെങ്കിൽ 25 ലക്ഷം മിനിമം ആൾക്കാരുണ്ടെന്ന സ്കോളേഴ്സിൻ്റെ അഭിപ്രായം. So at least 600,000 men, so like with everyone it would be calculated as at least 2,500,000. വർദ്ധിച്ച് സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ മില്യന്റെ മുകളിൽ ആൾക്കാർ ഈ പ്രവാസത്തിൽ പോയിട്ടുണ്ട്. So at least more than million of people are under captivity under this Persian king. പിടിച്ചോണ്ട് പോകാത്ത ബാക്കി ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. And the people who were not captured are still back in Israel. അവരിങ്ങനെ 70 വർഷം അവിടെ പ്രവാസത്തിൽ കിടക്കുകയാണ്. And these people who were taken are under captivity for 70 years. അവർ അവിടുത്തെ പാപങ്ങളൊക്കെ ചെയ്ത് അണ്ടർലങ്ങ് ജീവിക്കുകയാണ്. So they actually kind of got along with the tradition of that Persian land or Babylon. പേർഷ്യൻ രാജാവിന്റെ ഹൃദയം ദൈവം ഉണർത്തിയിട്ട്, but now God awoke the heart of this Persian king. അവർക്ക് ആലയം പണിയാൻ ദൈവം എന്നോട് കൽപ്പിക്കുന്നു. And Persian king is telling, God is commanding to build a temple for him in Jerusalem. അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറപ്പെടാൻ പറഞ്ഞു. If any of you are his people, you start out to go back to Jerusalem. 5-ാം വാക്യം നിങ്ങൾ നോക്കി, 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. പിന്നെ 5-ാം വാക്യം, verse 5. 4-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, ശേഷിപ്പ് എന്നൊരു പദമുണ്ട്. റെമനന്റ്, ശേഷിച്ചിരിക്കുന്ന ഏവനും എന്നൊരു പദമുണ്ട്. ശേഷിപ്പ്, എപ്പോഴും കർത്താവ് ഒരു ശേഷിപ്പിനെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കേൾക്കണേ, ഒരു ശേഷിപ്പ്. ആ ശേഷിപ്പിനെ കുറിച്ച് പറയുന്നത് 5-ാം വാക്യം വായിക്കുക. 5-ാം വാക്യം, അങ്ങനെ യഹൂദയിൽ
അടുത്ത പുസ്തകം ശ്രദ്ധിക്കണം, ലേവ്യരും ദൈവം ഉണർത്തിയ. അപ്പം ഈ ഡിഗ്രി, ഈ വിളംബരം വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണർത്തിയതായ ഒരു ശേഷിപ്പ് പുറപ്പെട്ടു വന്നു. So there was a remnant or survivors that God stirred up their heart. Those hearts were stirred up by God. They woke up and they came to the king. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ വചനം കേട്ടിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ, The children of God who have heard the word of God in the past, എന്തുകൊണ്ട് പ്രവാസത്തിൽ പോയി എന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ മക്കൾ, and the children of God who realized why they had to go under ഞങ്ങൾ captivity, എന്ന് ഇവിടുന്ന് പുറപ്പെട്ടു പോകുമെന്ന് ഞങ്ങളോട് ദൈവം പറഞ്ഞെന്ന് അറിഞ്ഞ ദൈവത്തിന്റെ മക്കൾ, and those who knew the promise of God that their time of return, ദൈവത്തിന്റെ നിന്നൊരു പുറപ്പാട് ഞങ്ങൾക്കുണ്ടെന്ന് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, those who were waiting for their return from God, ഈ വിളംബരം കേട്ടപ്പോൾ and when they heard the decree, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഉണർത്തിച്ചു. their hearts were stirred up by God. ഞങ്ങൾ ഇതിനാ കാത്തിരുന്നത്, They knew that this is what they were waiting for. പുറപ്പെട്ടു പോകണം, They wanted to go back. അവനൊരു ആലയം പണിയണം. You have to rebuild a temple for him. രണ്ടാമത്തെ അധ്യായത്തിൽ ഞങ്ങൾ ഇന്നലെ രാത്രി വീട്ടിൽ വായിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് കണക്ക് കൂട്ടിച്ചു. രണ്ടാം അധ്യായത്തിൽ എത്ര പേരുണ്ടായിരുന്നു പുറപ്പെട്ടു വന്നേ? അനുമോളെ നമ്മൾ കണക്കൂട്ടി എത്ര പേരുണ്ടായിരുന്നു? 5097, റൈറ്റ്? നമ്മളതിങ്ങനെ കണക്കൂട്ടിയും 50 റൗണ്ട് ഫിഗർ പറഞ്ഞാൽ 50,000 പേരാണ് ഈ ശേഷിപ്പായിട്ട് ഈ സെരുബാബലിൻ്റെ കൂടെ രണ്ടാം അധ്യായത്തിൽ കിടപ്പുണ്ടത്. സെരുബാബലിൻ്റെ കൂടെ വന്നോളൂ. In chapter 2 verses 64 and 65 we can calculate together, and it is about 50,097 people who came back with the Zerubbabel. ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ വാഗ്ദത്തം നിറവേറുമ്പോൾ, So when God fulfills his promises, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുമ്പോൾ when God fulfills his promises, എന്നും കർത്താവിന്റെ ഒരു ശേഷിപ്പേ കാണത്തുള്ളൂ. amen, there will be a remnant or survivor for the Lord. കർത്താവിന്റെ കൂടെ വലിയൊരു പുരുഷാരമുണ്ട്, യേശുവിന്റെ കൂടെ വലിയ പുരുഷാരമുണ്ട്. There was a big crowd following Jesus. അവർ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ്. They followed him for multiple reasons. അവരുടെ ചിന്തകളും ഇമാജിനേഷനും ഒക്കെ വ്യത്യസ്തമായിരുന്നു യേശുവിനെ കുറിച്ച്. So their imagination and thoughts about Jesus were different. അതിനകത്തൊരു കോർ പീപ്പിൾ മാത്രമേ ഉള്ളൂ യേശുവിന്റെ കൂടെ നടന്നവർ. But only a remnant or a core people, a small amount of people only really followed Jesus. ഇനി നാഥന്റെ വരവെന്ന വലിയ വാഗ്ദത്തം നടക്കുമ്പോൾ, When the promise of his return happens soon, അവിടെയും ഒരു ശേഷിപ്പ് മാത്രമേ there will ഉണ്ടാകൂ. also be a little, like a remnant that is going to go with them. നിങ്ങൾ 70 വർഷം പ്രവാസത്തിലായിരുന്ന ജനമായിരിക്കാം ഇസ്രായേലോട് പറയാൻ നമുക്ക്. To Israelites, you might be a people who were under captivity. നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങൾ എന്തിനാ കാത്തിരുന്നത്? What you were waiting for? ഇസ്രായേലെ, താങ്കൾ എന്തിനാണ് പ്രവാസത്തിൽ പോയത്? Why did you go under captivity? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രവാസത്തിലായിരിക്കുന്നത്? Why are you now under this captivity? നിങ്ങൾ എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? What are you waiting for? നിങ്ങൾക്ക് പോകാൻ ആലയം പണിയാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ പോകാൻ വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നത്? Aren't you waiting to go back? പക്ഷേ അതിന്റെ വിളംബരം പ്രഖ്യാപിച്ചപ്പോൾ, But now when the decree came, നിങ്ങൾ റിട്ടേണിങ്ങിന് വേണ്ടി ഒരു ശത്രു രാജാവിനെ ഉപയോഗിച്ചപ്പോൾ, when God used your enemy, നിങ്ങളുടെ കാതുകളെ അതിനെക്കുറിച്ച് കേട്ടിട്ടും, even though you heard about it, 50,000 ശേഷിപ്പല്ലാതെ ബാക്കി നിങ്ങൾക്ക് പോകണ്ടായോ? don't you have to go? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, God's Holy Spirit നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാൻ കാലമായി. it is time for our promise. നമ്മുടെ അരുമനാഥന്റെ കാഹളം ധ്വനിക്കാറായി. God's trumpet is about. ആ ശേഷിപ്പിന്റെ കൂടെ നമ്മളും കേറേണ്ടതിന് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളായി തീരുക. Let us be the people who would wait for our promises. Amen. Hallelujah. കർത്താവിന്റെ ഹൃദയത്തെ തട്ടി പറഞ്ഞ കർത്താവ് പറഞ്ഞൊരു പദം നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം. Let me remind you what Jesus said. മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? Amen. അതിനെ മറ്റൊരു സ്കോളർ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസമുള്ള വിശുദ്ധന്മാരെ കണ്ടെത്തുമോ? Amen. പ്രിയ പൈതലേ, ആ ശേഷിപ്പിൻ്റെ അകത്ത്, ശേഷിപ്പ് റംനന്റിനകത്ത് നമ്മൾ വരാൻ നമ്മൾ തയ്യാറാകണം. അവൻ എപ്പോഴും അവൻ്റെ കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. വാഗ്ദത്തം വിളംബരം ഇങ്ങനെ പറയാം, കോരശ് വിളംബരം പ്രഖ്യാപിച്ചതുപോലെ കാഹളം മേഘങ്ങളിൽ ധ്വനിക്കുമ്പോൾ ആ ശേഷിപ്പിൻ്റെ കൂടെ പറന്നുയരാൻ ഒരു കൂട്ടത്തെ ദൈവത്തിന് വേണം. അതിനകത്ത് ഞാനും ഉണ്ടെന്ന് പറയാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. Hallelujah, hallelujah, praise the Lord, hallelujah. നോക്കൂ, ഞാനൊരു 2 മിനിറ്റും കൂടെ ഞാൻ ഈ വേദപുസ്തകത്തിലെ
ഈ പുസ്തകത്തിനകത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരു ദേവാലയം പണിയാണ്, ദേവാലയത്തിൻ്റെ കൺസെപ്റ്റാണ്. So this is a book, which has a basic theme of rebuilding of a temple. വിശുദ്ധ വേദപുസ്തകത്തിൽ ദേവാലയം എന്ന് പറയുന്നത് അങ്ങ് പുറപ്പാട് പുസ്തകം മുതൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് ദേവാലയം. So we can see the word, the temple from the book of Exodus. ഞാനൊരു 10 ദേവാലയം ബൈബിളിൽ പറഞ്ഞങ്ങ് 5 മിനിറ്റ് അവസാനിപ്പിക്കാം. So I'll tell you about the 10 temples in the Bible. 5 മിനിറ്റ് അവസാനിപ്പിക്കാം. 10 ടെമ്പിൾ ബൈബിളിൽ, 10 ടെമ്പിൾ. The 10 temples that we can see in the ഒന്നാമത് Bible. നമ്മൾ കാണുന്ന ടെമ്പിള് പോർട്ടബിൾ ടെമ്പിളാണ്. പോർട്ടബിൾ ടെമ്പിൾ, ദൈവത്തിൻ്റെ ഇളക്കിക്കൊണ്ടു പോകുന്ന കൂടാരം. The first one is a portable one. അത് നമുക്കറിയാം, സമാഗമന കൂടാരം. അവർക്ക് ടെന്റ് ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദൈവ മന്ദിരം. The first one was tabernacle that they could carry along with them anywhere that they went and traveled. They were carrying this temple. അതും പിടിക്കപ്പെട്ടു. അത് നല്ലൊരു ശതമാനം സമയം ഷീലോവിൽ എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. So it was actually captured, and for a good amount of time it was in Siloam. അത് പിടിക്കപ്പെട്ടു. നിങ്ങൾ എന്നെ കേൾക്കണേ, പിടിക്കപ്പെട്ടു. അത് So പിടിക്കപ്പെട്ടു. it was captured by the enemy. പിശാച് വലിച്ചു, അല്ലെങ്കിൽ ശത്രു വലിച്ചുകൊണ്ട് പോയത്. Enemy took it. അതിനുശേഷം ദൈവം പറഞ്ഞു, പുറപ്പാട് 25:8, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്, പുറപ്പാട് 25:8 പറഞ്ഞു, എനിക്ക് അവർ നടുവിൽ വസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെമ്പിൾ ഉണ്ടാക്കണം. അത് ആരുടെ കെറോഫിൽ ഉണ്ടാക്കി? പുറപ്പാട് 25 ദിനവൃത്താന്ത പുസ്തകത്തിൽ, എനിക്ക് അവരെ നടുവിൽ വസിക്കേണ്ടതിന് ദേവാലയം പണിയണം. And God commanded, that you should build a temple so that I can live among you. അത് ആ വേദന ഉണ്ടാക്കണമെന്ന വേദന ഉരുവായത് ദാവീദിന്റെ So ഹൃദയത്തിൽ. even though the burden was, given into David, ഉണ്ടാക്കിയത് ശലോമോനുമാണ്. but it was built under the leadership of Solomon. King രണ്ടാമത്തെ Solomon. ടെമ്പിൾ ബൈബിളിൽ കാണുന്നത് ശലോമോന്റെ ടെമ്പിളാണ്. So the second temple that we see is Solomon's temple. ശലോമോന്റെ ടെമ്പിള് പിന്നെ എന്ത് ചെയ്തു? നമ്മളിപ്പം ആദ്യം പറഞ്ഞ പോലെ നെബൂഖദ്നേസർ അടിച്ചങ്ങ് തകർത്തത്. So that temple, Solomon's temple, was destroyed by Babylonian king Nebuchadnezzar. മൂന്നാമത്തെ ടെമ്പിള് നമ്മൾ കാണുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതായ പുസ്തകത്തെ, എസ്രായുടെ പുസ്തകത്തിൽ ആദ്യം സെരുബാബേൽ പണിയുന്ന ടെമ്പിളാണ്. So the third temple in the Bible is the one that we learn now, the one that Zerubbabel builds. സെരുബാബേലിന്റെ ടെമ്പിളും തകർക്കപ്പെട്ടു. And that temple that was built by Zerubbabel also was destroyed. പിന്നെ അടുത്ത ടെമ്പിൾ എത്ര നമ്പർ? 4. നാലാമത്തെ ടെമ്പിള് And the fourth one is- ഹേരോദ് ടെമ്പിൾ എന്ന് പറയും. So the fourth one is called Herod temple. ആ ടെമ്പിളാണ് യേശുവിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. So that was the temple that was during the time of Jesus. ഞാൻ അതിന്റെ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല. യേശു അതിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഈ ദേവാലയത്തിന്റെ ഭംഗി കണ്ടോ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് പോകുമെന്ന് പറഞ്ഞു. So this was the temple that Jesus said, it will be destroyed even without the stones, like a back there. ഈ ഹെരോദിന്റെ ടെമ്പിള് AD 70 കർത്താവിന്റെ കാലം കഴിഞ്ഞ് AD 70 ഇത് നശിക്കപ്പെടുന്നത്. So it was in AD 70 this Herod's temple was destroyed. അത് കല്ലും സ്വർണവും കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. So that was a temple built by stone and gold. കല്ലുമേ ശേഷിക്കാതെ പോയെന്ന് പറഞ്ഞാൽ അത് നശിച്ച കഥ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി തീർന്നു. And I read about how this was destroyed. ഗവർണർ ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ഗവർണറിന്റെ കാലത്താണ് ഇത് നശിക്കുന്നത്. So this was destroyed during the time of Governor Titus in Rome. ടൈറ്റസ് യുദ്ധത്തിന് പറഞ്ഞു ടെമ്പിൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. So the governor actually gave them order not to destroy the temple. മദ്യത്തിന് അടിമകളായ പടയാളികൾ ഈ ടെമ്പിൾ നശിപ്പിച്ചു. But the soldiers who were under addiction of alcohol or who were drunken, they destroyed it. അതിന് തീയിട്ടു. And they actually burned it by the soldiers. സ്വർണം ഉരുകി കല്ലിനിടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. And as it was burned, gold actually melted and came down to the stones. സ്വർണവും കല്ലും കൂടെ ഒന്നിച്ചായി കഴിഞ്ഞപ്പോൾ സ്വർണം ഉള്ളത് എടുത്തോണ്ട് പോകാൻ വേണ്ടി എല്ലാ കല്ലുൾപ്പെടെ അവരെടുത്തോണ്ട് പോയി. So this is what it said, because there was gold, in all the stones, they even took even the last stone so that they could gather all the gold on it. അതുകൊണ്ടാണ് പറഞ്ഞത് കല്ലുമേ ശേഷിക്കാതെ പോകുമെന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നാണ്. So the prophecy by Jesus was fulfilled completely by that. ഹെരോദിന്റെ ടെമ്പിൾ, ഹെരോദ് ഉണ്ടാക്കിയ ആ മനോഹരമായ ടെമ്പിൾ യേശുവിന്റെ കാലം അല്ലെങ്കിൽ AD 70 എന്ത് ചെയ്തു? നശിച്ചു. നമുക്കതറിയാം, നശിച്ചു പോയി. So it was destroyed in AD 70. പിന്നെ അങ്ങോട്ട് അവരുണ്ടാക്കിയ ടെമ്പിൾ എന്ന് പറയുന്നത് ടെമ്പിളായിട്ടായിരുന്നില്ല യഹൂദന്മാർ ഉണ്ടാക്കിയത്,
സിന്നഗോഗുകളായിരുന്നു, കൊച്ചു കൊച്ചു പള്ളികൾ. After that, they did not build temples but synagogues, small ones. ആ സിന്നഗോഗുകൾ എന്തില്ലായിരുന്നു? യാഗമില്ലായിരുന്നു, പക്ഷേ ആരാധന ഉണ്ടായിരുന്നു. No, they did not have sacrifices anymore, but there were only worships. ഇന്നും ഈ സിന്നഗോഗുകൾ നിലവിലുണ്ട്. Even now, they have these synagogues. നമ്മുടെ കേരളത്തിൽ മട്ടാഞ്ചേരിയിൽ ഇന്നും നിലവിലുണ്ട്. Even in Mattancheri in Kerala, there is a synagogue. നമ്മുടെ ഈ സിറ്റിക്ക് അടുത്ത് നമ്മള് ആൽമനിലോട്ട് പോകുന്ന വഴിക്ക് സെന്റ് പീറ്റേഴ്സിന്റെ അടുത്തിൽ ആ ടെമ്പിൾ ഉണ്ട്. And there is also a temple, like in Albany also. അതുപോലെ ഏറ്റവും മനോഹരമായ സിന്നഗോഗുകൾ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ മോൺസി എന്ന സിറ്റിയിൽ മനോഹരമായ സിന്നഗോഗുകൾ നിലവിലുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. And there are beautiful synagogues in a city called Monsey in New York. ആ സിന്നഗോഗിലാണ് കർത്താവ് വചനം പ്രസംഗിക്കാൻ പോയിരുന്നത്. And Jesus used to preach in those small synagogues in his land. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആ സിന്നഗോഗിലാണ് പൗലോസ് പോയി വചനം പ്രസംഗിച്ചത്. And Paul also preached in those synagogues. അതായിരുന്നു യഹൂദന്മാരുടെ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇന്നും അതിന് ഇവിടെ യഹൂദന്മാർക്ക് ടെമ്പിൾ എന്നാണ് നമ്മുടെ സെന്റ് പീറ്റേഴ്സിനോട് ചേർന്നുള്ളതായ അതിന് ടെമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. So even today, Israelites, the Jews call it as temples. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യെഗസ്കേലിന്റെ പുസ്തകത്തിൽ ഒരു ടെമ്പിളിന്റെ വിഷൻ കാണാൻ കഴിയും. And in the book of Ezekiel, then we can see a vision about a temple. ഇന്ന് വരെ പണിയപ്പെടാത്ത ഒരു ടെമ്പിൾ ആണ്. So that's a temple which is never built yet. അത് വിഷൻ ആണത്. It's a vision, temple and a അതിനെ vision. സ്കോളേഴ്സ് വിളിക്കുന്നത് മില്ലേനിയം ടെമ്പിൾ എന്നാണ്. So it is called a millennium temple. സഹസ്രാബ്ദ വാഴ്ചയിൽ പണിയപ്പെടുമെന്നും അത് പണിയപ്പെടത്തില്ല, അതൊരു വിഷൻ മാത്രമാണെന്നും പറയുന്ന ഒരു ടെമ്പിൾ ആണ്. So a temple, that some believe to be built in the 1,000 years of reign of God, of Jesus. Some says it is just a vision alone. കുറിച്ച് ഞാൻ ഇവിടെ പവർ പോയിന്റ് ഇട്ട് ഇവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ലേഡീസ് സഹോദരിമാരെ. And during a ladies meeting, we did teach it with the PowerPoint, with the help of a PowerPoint. അപ്പം എത്ര ടെമ്പിളായി? ഒന്ന് ടാബർനാക്കിൾ കണ്ടു, So first one tabernacle, ശലോമോന്റെ ദേവാലയം കണ്ടു, Solomon's temple, അത് കഴിഞ്ഞ് സെരുബാബന്റെ ദേവാലയം കണ്ടു, Zerubbabel's temple, ഹേരോദാവൻ ടെമ്പിൾ കണ്ടു, Herod's temple, സിന്നഗോഗ് എന്നറിയപ്പെടുന്ന ടെമ്പിൾ കണ്ടു, synagogues, യെഗസ്കേലിന്റെ വിഷൻ, ടെമ്പിളിന്റെ വിഷനെ കുറിച്ച് നമ്മൾ കണ്ടു, and the millennium ടെമ്പിളിനെ കുറിച്ച് കണ്ടു. temple. എന്നാൽ ഈ കർത്താവ് നമ്മുടെ കർത്താവ് പറയുമ്പോൾ യോഹന്നാൻ 2:19-20 വാക്യങ്ങൾ വായിക്കാമോ വേഗത്തിൽ? John chapter 2 verses 19 and 20. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നിർത്താം. കർത്താവിനെ ഈ ടെമ്പിളിന്റെ മുമ്പിൽ അല്ലെ ശലോമോ അല്ലെങ്കിൽ ഹെരോദാവിൻ ടെമ്പിളിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ അടുത്ത വാക്യം 46 വർഷം കൊണ്ട് ഹെരോദാവ് പണിഞ്ഞ ഈ ടെമ്പിൾ നീ നശിപ്പിക്കും, 3 ദിവസം കൊണ്ട് പണിയുമോ എന്ന് ചോദിച്ചു. So when Jesus said, when Jesus told them to destroy this temple, I will rebuild it, they were asking him, how can you rebuild a temple that was built by Herod over 46 years? ഉടനെ ആലയത്തെ കുറിച്ച് ഒരു പുതിയ ആശയം കർത്താവ് കൊണ്ടുവരികയാണ്. So now Jesus brings a new idea about the temple. 20ാമത്തെ വാക്യം, Verse 20. കർത്താവ് ഏത് ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്? What temple was Jesus describing there? നിങ്ങൾ പൊളിച്ചോ 3 ദിവസം കൊണ്ട് പണിയെന്ന് പറഞ്ഞ ടെമ്പിൾ ഏതാ? Which is the temple that Jesus was telling that he is going to rebuild in 3 days? 21. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന മന്ദിരം. അപ്പം കണ്ടോ, the temple of his own body. So Jesus was talking about the temple of his body. അപ്പം മന്ദിരത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടിന് പുതിയ മത്തിൽ മാറ്റം വരുത്തുന്നു. So now Jesus is changing the idea of the temple. ഹലോ എന്ന് പറഞ്ഞാൽ കൈപ്പണിയായ മന്ദിരങ്ങൾ ദൈവം വസിക്കുന്നില്ല. So God does not live in these handmade temples. അപ്പോസ്തലപ്രവൃത്തി 7:48, അപ്പോസ്തലപ്രവൃത്തി 17:24 പൗലോസ് അരോപക കുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന പദങ്ങളിൽ പറയുന്ന ഒരു പദങ്ങളുണ്ട്. ലോകം അതിലുള്ള ഇതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് 25ാമത്തെ വാക്യം വേഴ്സ് 25, അതിനകത്ത് ടെമ്പിളിനകത്ത് നിങ്ങൾക്ക് എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഇല്ലേ? 17:25 കൈപ്പടി ആ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് ദൈവം വരുമ്പോൾ ദൈവം പറയുന്ന ഒരു മാറ്റം, ആലയത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് മാറുന്നു. So here God is changing the idea about the temple. എന്താണ്? എന്റെ ശരീരമാണ് മന്ദിരം. So now Jesus is teaching the idea that your body is the temple of God. നിങ്ങൾക്കറിയാം യോഹന്നാൻ 4-ാമത്തെ വായിക്കുന്നത് ഏത് സ്ത്രീയാണ്? 4-ാമത്തെ വായിക്കുന്നത് ശമരിയക്കാർ സ്ത്രീ അല്ലേ? ശമരിയക്കാർ സ്ത്രീയോട് പറയുന്നത്, ദാ ഈ കുന്നിലുമല്ല, ഈ ഗർസി മലയിലുമല്ല, യെരുശലേമിലെ മലയിലുമല്ല ആരാധിക്കേണ്ട, അവിടെയൊക്കെ നിങ്ങൾക്ക് അമ്പലം ദേവാലയമുള്ളത്, അവിടെയല്ല,
എന്നെ ആരാധിക്കും, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആത്മാവിനകത്തൊരാരാധന, അങ്ങനെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ആരാധനയെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. Jesus was now talking about the temple or the worship that comes from our own within. അപ്പം ക്രിസ്തുവിന്റെ ശരീരം ഒരു മന്ദിരമായി പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നു. So in the New Testament, Jesus talks about the temple which is his body. എട്ടാമത്തെ നോക്കിക്കോ, എട്ടാമത്തത് യേശുവിന്റെ 1 തിമോഥെയോസ് 3:15 വായിച്ചേ. 1 തിമോഥെയോസ് 3:15. 1 തിമോഥെയോസ് 3:15. 1 Timothy 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയം. കണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ സഭയാണ് ഒരു മന്ദിരം. So now Jesus is calling his church as a temple. അപ്പോൾ എട്ടാമത്തെ ബൈബിളിലെ ടെമ്പിൾ എന്ന് പറയുന്നത് കർത്താവിന്റെ സഭ. ഈ സഭയിലാണ് ദൈവം വസിക്കുന്നത്. So the universal church is what is mentioned as a temple of God. എന്താണ് സഭ? So what is this church? കർത്താവിന്റെ ശരീരം. That is the body of Christ. കർത്താവിന്റെ ശരീരം ആരാണ്? Who is the body of Christ? നമ്മൾ ഓരോരുത്തരും ചേരുന്ന യൂണിവേഴ്സൽ ചർച്ചാണ്. So like we are all part of the universal church which is a temple of God. കർത്താവിന്റെ യൂണിവേഴ്സൽ ചർച്ചിനകത്താണ് ദൈവം വസിക്കുന്നത്. അതാണ് മന്ദിരം ദൈവത്തിന്റെ. So that is the temple of God, that God dwells within each member of his body. 1 Corinthians 3:16 ഒമ്പതാമത്തെ ടെമ്പിൾ കാണാം. And we can see the 9th temple in Every Christian, every disciple is a temple. Know ye not that you are the temple of the living God, we read. Hallelujah. Amen. നമ്മളാണ് ദൈവത്തിന്റെ ആലയങ്ങൾ. We are the temple of God. അപ്പോൾ നമ്മൾ ഈ ഒരു ആശയം വെച്ച് പഠിക്കാൻ പോവുകയാണ്. 10ാമത്തെ ടെമ്പിൾ ഞാൻ പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എസ്രാ പുസ്തകം ഈ ആശയം വെച്ചിട്ടാണ് we are the temple of God. We are the temple of God. Temple of God പണിയാൻ വേണ്ടി റിട്ടേൺ വരിക. ടെമ്പിൾ ഓഫ് പണിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റീബിൽഡ് ചെയ്യുക. ടെമ്പിൾ നമ്മളാകുന്ന ടെമ്പിളിനെ റീസ്റ്റോർ ചെയ്യുക. ഇതാണ് നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. So like with this theme is how we are going to learn the book of Ezra, that return to rebuild the temple and restore yourself. ഇനി 10ാമത്തെ ബൈബിളിലെ ടെമ്പിൾ, The 10th temple in the Bible. സ്വർഗ്ഗത്തിൽ ഒരു ദേവാലയമുണ്ട്. There is a temple in heaven. Revelation 11:19. Revelation chapter 11 verse 19. Revelation 15:5. കേട്ടെ, അപ്പോൾ സ്വർഗ്ഗത്തിലെ ദേവാലയം തുറന്നു. കണ്ടോ, സ്വർഗ്ഗത്തിൽ ദേവാലയം തുറക്കുന്നു. So the temple of God was opened in heaven. Revelation 15:5. 15:5. ഇതിന് ശേഷം സ്വർഗ്ഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറക്കുന്നത് ഞാൻ കണ്ടു. The temple of the tabernacle of the testimony in heaven was opened. സ്വർഗ്ഗത്തിൽ ഒരു ആലയമുണ്ട്. There is a temple in heaven. ആ ആലയത്തിൻ സ്വർഗ്ഗത്തിലുള്ള ആലയത്തിന്റെ മോഡലിലാണ് ഇവിടെ ഉള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. So like it is in that model that we build the temple here. എബ്രായലേഖനം 9:23 അങ്ങനെയാണ് പറയുന്നത്. എബ്രായലേഖനം 9:23 അങ്ങനെ പറയുന്നു. Hebrews 9:23 it reads like ഏതെങ്കിലും ആലയം ഇവിടെ പണിതിട്ടുണ്ടോ? അതെല്ലാം സ്വർഗ്ഗത്തിലുള്ള ആലയത്തിന്റെ മോഡലാ. any temple that is built in the world is a model of what is in the heaven. ആകയാൽ സ്വർഗ്ഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെയാണ് ഈ വകയാ ശുദ്ധമാക്കുന്ന ആവശ്യം. അവിടെ കൂടാരത്തെ കുറിച്ചുള്ള പണിയെ കുറിച്ച് 9-ാം അധ്യായം പഠിപ്പിക്കുകയും പറയുന്നു. സ്വർഗ്ഗത്തിലുള്ളതിന്റെ പ്രതിബിംബങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ള സകലാലയങ്ങളും. So it is the images of what is in heaven. എന്ന് പറഞ്ഞാൽ സകലാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ പണിഞ്ഞേക്കുന്ന പള്ളിയെ കുറിച്ചല്ല, ഇതിനെ കുറിച്ചല്ല. ടാബർനാക്കിൾ മുതൽ ഈ പറയപ്പെട്ട 9 ആലയങ്ങളും പണിയപ്പെടേണ്ടതും പണിഞ്ഞിരിക്കുന്നതും. It's not about these buildings that we build, but like in the tabernacles that we see in the Old Testament. അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു സംശയം വരാം, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ലിറ്ററൽ ഒരു ആലയം ഉണ്ടോ? So we might have a doubt, is there a literal temple in heaven? Revelation 21:22. Revelation chapter 21 verse 22. ആരാണ് അവിടുത്തെ ആലയം? എന്താണ് അവിടുത്തെ ആലയം? റെവലേഷൻ 21:22 എടുത്തിട്ട് വായിച്ചോ. അവർ നമ്മളെപ്പോലെ ഞാനിപ്പോൾ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ചെന്ന് സ്വർഗ്ഗത്തിൽ കയറി നിങ്ങൾ ആദ്യം നോക്കുന്നത് അറിയാമോ? ഒരു ദേവാലയം നോക്കും. ഞാനും നോക്കിയാൽ ആദ്യം മറ്റേ വാക്യം വായിച്ചപ്പം മന്ദിരം ഞാൻ നോക്കി കണ്ടില്ല. പിന്നെ എന്താ അവിടെ മന്ദിരം? ദൈവത്തിൻ്റെ കർത്താവും കുഞ്ഞാടും ആകുന്നു അവിടുത്തെ ദേവാലയം. So if we don't read this verse, we would go look for the temple in heaven, but the temple in heaven is the Lord God Almighty and the Lamb. ദേവാലയത്തിനോട് ചേർന്ന് നമ്മൾ അവിടെ കണ്ടിന്യൂ ആരാധിക്കും. So we will, along with the temple, we will worship the Lord. ദേവാലയത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ അവനെ ആരാധിക്കും. And we will worship him looking into the face of the temple. അവിടുത്തെ മന്ദിരം ക്രിസ്തുവാണ്. Because the Lamb is the temple there. അവിടുത്തെ മന്ദിരം കർത്താവാണ്. അവിടെ ആ മന്ദിരത്തിൽ വിളക്ക്
വേണ്ട, വെട്ടം വേണ്ട, വെളിച്ചം വേണ്ട. കുഞ്ഞാട് തന്നെ വെളിച്ചം. അവന്റെ മുഖം നോക്കി ആരാധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ആലയത്തിനകത്ത് ചേർന്ന് ആരാധിക്കുന്ന ദിവസത്തെ ഇന്ന് രാത്രി കാണാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. നാം അവന്റെ മുഖം കണ്ട് ആരാധിക്കും. So we will worship him, seeing him face to face. അടുത്ത ക്ലാസ്സിൽ ഈ ആലയം എന്നുള്ള ചിന്തയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെ സ്ത്രാണ പുസ്തകങ്ങൾ പഠിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, ആലയത്തിന്റെ പണി, ദേവാലയത്തിന്റെ പണി ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്നതാണ്. അത് ഉൽപ്പത്തി മുതൽ കിടക്കുകയാണ്, ആദികാലം മുതൽ കിടക്കുകയാണ്. So it is a mystery, that was in God's heart about his temple. ദേവാലയത്തിന്റെ പണിക്ക് ആരൊക്കെ കൂടെ നിൽക്കുന്നു അവർക്കൊരു പ്രതിഫലമുണ്ട്. Whoever like stand along with God for the rebuilding of the temple, they have a reward. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോരേശ് വിളംബരം പ്രഖ്യാപിച്ചപ്പോൾ, when King Cyrus proclaimed the decree, സെരുബാബേലും യേശുവായും അതിന് നേതൃത്വം കൊടുക്കാൻ ഇറങ്ങി വന്നു. Yeshua and Zerubbabel came to give leadership to that return. പരിശുദ്ധാത്മാവ് ഉണർത്താൻ തുടങ്ങി ജനത്തെ. And God's spirit started stirring up the heart. സെരുബാബേൽ പറഞ്ഞു, എനിക്ക് ആ വാതിൽ കാവൽക്കാരെ ആവശ്യമുണ്ട്. And Zerubbabel said, I need the doorkeeper. നിങ്ങൾ വായിക്കണം, ഇന്ന് രാത്രി പോയി 1-ാം അധ്യായം വായിക്കണം. When you go home, please read chapter 1. എനിക്ക് സിംഗേഴ്സിനെ ആവശ്യമുണ്ട്. I need singers, Zerubbabel. എനിക്ക് ലേവി ആവശ്യമുണ്ട്. I need Levites, he said. എനിക്ക് പുരോഹിതന്മാരെ ആവശ്യമുണ്ട്. I need priests, Zerubbabel said. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് അകത്തളങ്ങളിൽ വ്യാപരിച്ച ഈ കൂട്ടരൊക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, and the priests, the Levites, the singers and the doorkeepers, ഞങ്ങളുണ്ട് നിന്റെ കൂടെ ആലയം പണിയാൻ. and they were stirred up in their heart by പോകുന്ന വഴി 5 മാസ യാത്രയിൽ നമ്മൾ കടലിൽ ചത്തുപോയാലും സാരമില്ല, നിന്റെ കൂടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ചേർന്നതുകൊണ്ട് അവർക്ക് ആലയം പണി തീർക്കാനിടയായി തീർന്നു. Because they told Zerubbabel, doesn't matter if we die on our way to go back to our land, we will stand along with you in the rebuilding of the temple. കുഞ്ഞ് സെരുബാബേൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, once as Zerubbabel stands to take a leadership, ദൈവം ചിലരെ മനസ്സുണർത്തിച്ച് പേർഷ്യൻ രാജാക്കന്മാരെ ഉണർത്തിച്ച് നമ്മുടെ കൂടെ നിർത്തുമ്പോൾ, when God stir up the heart of the Persian kings, the Gentile kings, to lead them. ദൈവത്തിന് ഡോർ കീപ്പേഴ്സിനെ ആവശ്യമുണ്ട്. God is looking for doorkeepers. സിംഗേഴ്സിനെ ആവശ്യമുണ്ട്. God is looking for singers. ലേവിയെ ആവശ്യമുണ്ട്. God is looking for Levites. പ്രീസ്റ്റിനെ ആവശ്യമുണ്ട്. God is looking for priests. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച പാർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കൂടെ നിൽക്കണം. Stand along, so that we can fulfill the part which is entrusted to us by God. നിന്നെ ഞാൻ പുറപ്പെടുവിക്കത്തില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ വാടകോരലുണ്ട്, ആരവമുണ്ട്. The enemy might be there saying that I will not let you go to rebuild the temple. ബിൽഡ് ചെയ്യത്തില്ല, നീ നന്നാവില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ വെല്ലുവിളികളുണ്ട്. There might be enemies coming our way saying അതിന്റെ നടുവിൽ ആത്മാ പ്രവർത്തിക്കും ചിലർ ശേഷിപ്പ് എഴുന്നേറ്റ് നിൽക്കട്ടെ. but there must be a റിമാനാവ ശാന്താരാധന, ഒരു ശേഷിപ്പിന് ദൈവത്തിന് ഇന്ന് രാത്രിയും ആവശ്യമുണ്ട്. God is looking for a remnant even tonight. ആ 25 ലക്ഷം ജനം കൂടെ കാണത്തില്ല അധിക്കാൻ. Maybe 25 lakhs people will not. അതിന്റെ ഒരു ശേഷിപ്പാണ് 50,000 എന്ന് പറയുന്നത്. But the remnant 50,000. പക്ഷേ 50,000 കൂടെ നിൽക്കാൻ തയ്യാറായാൽ, but if that 50,000 stands, യഹോവ ജൈരിയായി കൂടെ നിന്ന് കോരശിനെ നിനക്ക് വേണ്ടി ഉണർത്തിക്കും. and God will stand with you as Jehovah Jireh. ദൈവം നിനക്ക് വേണ്ടി ചില ട്രഷറുമാരെ എഴുന്നേൽപ്പിക്കും. Hallelujah. കോരശ് വിളംബരം പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, and King Cyrus said like this, അന്നത്തെ ട്രഷറായ മിത്രേദാത്തിനോട് പറഞ്ഞു, and the treasurer at that time whose name was Mithredath, തന്റെ ഭക്തന്മാർ ദൈവാത്മാവ് ഉണർത്തിച്ച് പോകുന്നവരെ കൂടെ നീ നിൽക്കണം. and God told Cyrus told this treasurer that stand with the men who are going back. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം ആലയത്തിന് വേണ്ടി കൊടുത്തോണം കേട്ടോ. Give them whatever they need for the rebuilding. ദൈവത്തിന്റെ കരുതൽ കണ്ടോ, ദൈവത്തിന്റെ കരുതൽ കണ്ടോ, ദൈവത്തിന്റെ കരുതൽ കണ്ടോ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലാകും? ദൈവത്തിന്റെ കരുതൽ കണ്ടോ. നമ്മൾ സ്റ്റാൻഡ് ഫേം ആയിട്ടൊന്ന് സ്റ്റാൻഡ് ചെയ്യാൻ തയ്യാറായ, ദൈവത്തിന്റെ വാഗ്ദത്തത്തോടെ നിൽക്കുവാൻ തയ്യാറായ, ഒരു ശേഷിപ്പിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായ, ശത്രു സ്പന്ദാരത്തിൽ നിന്ന് കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കാൻ ദൈവം ഓർഡർ കൊടുക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വചനമായി വിശ്വസിക്കുന്നവർ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി നമ്മൾ കാണും. ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധി, എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധി. ദൈവം ചിലരെ ഉണർത്തിച്ച് എഴുന്നേൽപ്പിക്കും. God will stir up the spirit of certain men and women.
നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ആലയത്തിന്റെ ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് മിത്രേദാത്ത് എന്ന് പറയുന്ന ട്രഷറർ. Mithredath was the treasurer who had the hold of or the responsibility for all the treasures that were taken from the temple of the Lord by തലമുറകൾ മാറിയപ്പോൾ, even though the generations passed, ഒരു രാത്രി ഒരു വിളംബരം അവന്റെ ചെവിക്കകത്ത് കയറി കയറി. and he heard the decree by King Cyrus. And the decree came to the treasurer. തന്റെ ഭക്തന്മാരിൽ നിന്ന് അപഹരിച്ചു വെച്ചിരിക്കുന്ന സകലവും അവർക്ക് വിട്ടുകൊടുക്കണം. Mithredath was asked to release everything that he was holding from the temple. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില വലിയ വലിയ ഉന്നതന്മാർ സംസാരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിനു വേണ്ടിയിട്ടുള്ള കരുതലുകൾ ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റി പ്രസംഗിക്കുന്നു. ചില ഉന്നതന്മാരോട് ചെവിക്കിടങ്ങളിൽ കണ്ണപടങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയോ തന്റെ ജനത്തിനു വേണ്ടിയുള്ളത് വിട്ടുകൊടുക്കുക. Amen, 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 hallelujah. Whatever is held which belongs to the Israelites, now it is commanded to be given back. Hallelujah, 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 amen, amen, amen. hallelujah, hallelujah. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഓ ജീസസ്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. വിശ്വാസത്തെ കർത്താവ് കരുതുമെന്ന് വിശ്വാസം ചേർന്ന് പറഞ്ഞ് യഹോവ. എത്ര ഉന്നതന്മാരാ രാജാക്കന്മാരാണെങ്കിലും ദൈവം അവരെ ഉണർത്തിക്കും. എന്റെ ദൈവം കരുതുന്ന കർത്താവ്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമൻ ചേർന്ന് പറഞ്ഞ നീ മാത്രം മതി കർത്താവേ, നീ മാത്രം പോതും, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം പോതും, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എനിക്ക് പാട്ട് പാടി നിർത്തണമെന്ന് ആഗ്രഹമില്ല. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പക്ഷെ സമയം നോക്കേണ്ടതുണ്ട് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യഹോവയീരേ, അവൻ കരുതും. 70 വർഷം പ്രവാസത്തിൽ കിടക്കേണ്ടി വന്നാലും 71ാമത്തെ വർഷം ദൈവം ചിലരെ ഉണർത്തും. ചില ഉന്നതന്മാരായ ട്രഷറർമാരോട് സംസാരിക്കും. ചില ഭണ്ഡാര വിചാരകന്മാർ ഇടപെടും. ചില പണമുള്ളവരോട് സംസാരിക്കും, അറിവുള്ളവരോട് സംസാരിക്കും, കഴിവുള്ളവരോട് സംസാരിക്കും. പാവപ്പെട്ട കുറെ ഭക്തന്മാർ ശേഷിപ്പ് എവിടെ കരയാൻ തയ്യാറുണ്ടോ പ്രവാസത്തിന് മടക്കി വരുത്തും. ഇന്ന് രാത്രിയിൽ ഈ വചനത്തോട് പ്രതികരിക്കാൻ കഴിയുന്നവർ ഭവനത്തിലാകട്ടെ, വീട്ടിലാകട്ടെ, ആരാധനാലയത്തിലാകട്ടെ, വചനത്തിൽ പറയട്ടെ, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. ഇതിനു മുമ്പ് 2 അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തെ ആരാധിക്കുക.
കർത്താവെ, അങ്ങനോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം ഞാൻ ഇവരോട് പങ്കുവെച്ചു. കർത്താവെ, ഇസ്രായേൽ മക്കളെന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഇടയിൽ അങ്ങ് പ്രവർത്തിച്ചത് ഞങ്ങൾ ഇന്ന് രാത്രിയും കേട്ട് അങ്ങേ മഹത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, അങ്ങ് ഇന്നും ജീവിക്കുന്നു, അങ്ങ് ഇന്നും കരുതും. യഹോവ റാഫ, യഹോവ ജൈരെ, യഹോവ ശമ്മ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിലരോട് കൽപ്പിച്ചാക്കണമേ, കരുതണമേ. ദേശത്ത് ഞങ്ങളെ മാനിക്കണമേ. ഞങ്ങൾ ഈ പ്രവാസത്തിൽ നിന്ന് എഴുന്നേൽക്കില്ല, പുറത്തു വരില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങളൊരു ശേഷിപ്പ് തന്നിടത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാ. ഒരു ശേഷിപ്പ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാ. ഒരു ശേഷിപ്പ് വിളംബരത്തിന് വേണ്ടി കാത്തിരിക്കുകയാ. ഒരു ശേഷിപ്പ് ഒരു വിളംബരം കേൾക്കുവാൻ, കാഹളം കേൾക്കുവാൻ കാത്തു നിൽക്കുകയാ. ഞങ്ങൾക്ക് വേണ്ടി ചിലരോട് കൽപ്പിക്കണമേ, ചില കരുതലുകളെ അവസ്ഥകളിൽ കാണുക, സ്വർഗമിടിയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഈ വചനം കേട്ട ജനത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും വിഷയത്തിൽ അവരൊരു കരുതലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കത്തേക്ക് തമ്പുരാനെ, ഇന്ന് രാത്രി നീ അവർക്ക് വേണ്ടി കരുതണമേ. പരിശുദ്ധമായി ഇടപെടണമേ. ആത്മമണ്ഡലം തുറക്കണമേ. ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിശേഷാൽ കർന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ മേലും ഇന്നും എന്നേ കർത്താവ് രണ്ടാമത്തെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അരകപ്പെട്ട കുഞ്ഞാടാൻ ദൈവത്തിന്റെ കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. അടിയന്റെ വ്യക്തിപരമായ ആവശ്യം പ്രമാണിച്ച് മീറ്റിംഗ് ഒരു ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ വന്ന് സഹകരിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ കർത്താവ് വരാറാ.